largest and smallest 1 digit, 2 digit, 3 digit, 4 digit, 5 digit numbers വരെ നമ്മൾ പഠിച്ചു. സ്മോളസ്റ്റ് 6 digit നമ്പർ എങ്ങനെയാണ് വായിക്കുക? ലാർജസ്റ്റ് 5 digit നമ്പർ ആയ 999999 99,999 എന്ന നമ്പറിനോടൊപ്പം 1 ആഡ് ചെയ്താൽ തൊട്ടടുത്ത നമ്പറായ സ്മോളസ്റ്റ് 6 digit നമ്പർ കിട്ടും. എന്താണ് ഈ നമ്പറിനെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുക? സ്മോളസ്റ്റ് 6 digit നമ്പറിനെ നമുക്ക് ഒരു പേര് വിളിക്കാം 1 lakh. ലാക്ക് എന്നാണ് സ്മോളസ്റ്റ് 6 digit നമ്പറിനെ നമുക്ക് വിളിക്കാം. അപ്പോ സ്മോളസ്റ്റ് 6 digit നമ്പർ 1 lakh ആണെങ്കിൽ what is the largest 6 digit number? ഇവിടെ ബോർഡിൽ ഞാൻ 6 9കൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് സ്ഥാനവിലകൾക്കനുസരിച്ച് നമ്മളിത് വായിക്കുകയാണെങ്കിൽ this is in one's place, only 1 9, so this can be as 9. Again, if you consider these 2 digits, this is 99. നമ്മളത് പഠിച്ചു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു നമ്പർ കൂടി ഒരുമിച്ച് എടുത്ത് വായിച്ചാൽ 100s പ്ലേസിലെ നമ്പർ കൂടി 3 ഡിജിറ്റ് ഒരുമിച്ച് വായിച്ചാൽ this number is 999. Again, ഇതുപോലെ തന്നെ ഈ 4 9കൾ ഒരുമിച്ച് വായിച്ചാൽ it is 9,999. 9,999. വീണ്ടും 5 9കൾ ഒരുമിച്ച് എടുത്ത് വായിക്കുക 99,000. ആദ്യം പറഞ്ഞു കഴിഞ്ഞു 1000ന്റെയും 10,000ന്റെയും പ്ലേസിലുള്ള ഈ 2 സംഖ്യകൾ ഒരുമിച്ചാണ് വായിക്കുന്നത്. 99,999. 99,999. ഇപ്പോൾ ലാർജസ്റ്റ് 5 digit നമ്പർ ആയി. ഇനി എന്റെ ചോദ്യം ലാർജസ്റ്റ് 6 digit നമ്പറിനെ എങ്ങനെ വായിക്കാമെന്നാണ്. ഇതാണ് ലാർജസ്റ്റ് 6 digit നമ്പർ. ലാർജസ്റ്റ് 6 digit നമ്പർ ഇതാണ്. എങ്ങനെ വായിക്കാം? ഇത് 1s പ്ലേസ്, 10s പ്ലേസ്, 100s പ്ലേസ്, 1000s പ്ലേസ്, 10,000s പ്ലേസ്. ഇതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡ് ഇടതുവശത്തുള്ള പ്ലേസിനെ നമ്മൾ ലാക്ക് പ്ലേസ് എന്നാണ് വിളിക്കുന്നത്. ലാക്സ് പ്ലേസ്, ലക്ഷത്തിന്റെ സ്ഥാനം. അപ്പൊ ഇവിടെ എത്ര ലക്ഷമുണ്ട്? 9. അപ്പോ 9 ലക്ഷങ്ങൾ കൂടിയാൽ we can read this as 9 lakh. ബാക്കി നമ്മൾ വായിക്കാൻ പഠിച്ചു. ഇത്രയും നമ്മൾ വായിച്ചതാണ് 99,999. അതിന്റെ കൂടെ 9 lakh കൂടെ കൂട്ടിച്ചേർത്താൽ this can be read as 9,99,999. നമുക്ക് വായിക്കാൻ എളുപ്പത്തിന് ആദ്യം പറഞ്ഞതുപോലെ ഒരു ചെറിയ കോമ ഇട്ട് സംഖ്യകളെ വേർതിരിച്ച് എഴുതുമ്പോൾ ഒറ്റ 10 100 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോമ ഇടുക. പിന്നീടുള്ള 2 സംഖ്യകൾ ഒരുമിച്ചാണ് വായിക്കുക. ഈ 2 സംഖ്യകളെ ചെറിയൊരു കോമ ഇട്ട് തിരിച്ചാൽ നമുക്ക് വായിക്കാൻ എളുപ്പം. അപ്പൊ എന്താണ് ഈ സംഖ്യ? 9,99,999. 9,99,999 എന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്ന ആ സംഖ്യ നമുക്ക് വായിക്കേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ സംഖ്യകളൊക്കെ നമുക്ക് വായിക്കാം. പല രീതിയിലുള്ള സംഖ്യകൾ നമുക്ക് വായിക്കാനും എഴുതാനും സാധിക്കും. ലക്ഷത്തിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അതാത് സ്ഥാനങ്ങൾക്കനുസരിച്ച്
ഇടത്ത് നിന്ന് വലത്തോട്ടുള്ള സംഖ്യകൾ വായിച്ചു തുടങ്ങേണ്ടത്. സ്ഥാനവില വലത്ത് നിന്ന് ഇടത്തോട്ടാണെങ്കിൽ സംഖ്യ വായിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ സ്ഥാനം കിടക്കുന്ന ഇടതുവശത്ത് നിന്ന് അതിന്റെ സ്ഥാനവില ക്രമത്തിലാണ് സംഖ്യകൾ വായിച്ചു തുടങ്ങേണ്ടത്. 9,99,999 എന്ന മലയാളത്തിലെ സംഖ്യ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ 9,99,999 എന്നാണ് സംഖ്യ വായിക്കേണ്ടത്. ഇനി കുട്ടികളെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതുപോലെ വേറെ ഒരു 5 സംഖ്യകൾ, 5 അക്കത്തിലും 6 അക്കത്തിലും പെടുന്ന സംഖ്യകൾ മാത്രം എഴുതുക. നിങ്ങളുടെ ബുക്കിലേക്ക് ഒരു 5 സംഖ്യകൾ എഴുതുക, അതൊന്ന് വായിച്ചു നോക്കുക. കൂട്ടി വായിക്കുമ്പോൾ 5 അക്ക സംഖ്യ ആണെങ്കിൽ കോമ ഇടേണ്ടത് 10,000-ന്റെയും 1000-ന്റെയും സ്ഥാനം കഴിയുമ്പോൾ ഒരു കോമ ഇട്ട് സംഖ്യകൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സംഖ്യകൾ ഒരുമിച്ച് വായിക്കാനായിട്ട് സാധിക്കും. 6 അക്ക സംഖ്യ ആണെങ്കിൽ ലക്ഷത്തിന്റെ സ്ഥാനം ഏറ്റവും ഇടതുവശത്തുള്ള സംഖ്യ കഴിഞ്ഞൊരു കോമ കൊടുക്കുക, ചെറിയൊരു കോമ. വലിയ അകത്തിയൊന്നും എഴുതരുത്, അങ്ങനെ എഴുതിയാൽ സംഖ്യകൾ 2 വ്യത്യസ്ത സംഖ്യകളായി പോകും. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കോമ ഇട്ട് നമുക്ക് വായിക്കാൻ എളുപ്പം. ഇന്ത്യൻ സിസ്റ്റം, അതായത് നമ്മൾ അങ്ങനെയാണ് സംഖ്യകൾ വായിക്കുക. സംഖ്യകൾ വായിക്കുന്നത് കോമ ഇട്ട് തിരിച്ചാണ്. അപ്പോൾ വായിക്കുക 99,000 എന്നൊക്കെ വായിക്കുന്നത് പോലെ 9,99,999 എന്ന് വായിക്കാനായിട്ട് പറ്റും. ഒരു 5 അക്ക സംഖ്യ 69,720 6, 9, 7, 2, 0 ഒരുമിച്ച് വായിച്ചാൽ അതൊരു 5 അക്ക സംഖ്യയാണ്. അതില് ഒരുമിച്ച് വായിക്കുമ്പോൾ 69,720 69,720 69,720. മറ്റൊന്ന് 2 സംഖ്യകൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഒരു 6 അക്ക സംഖ്യ, ഉദാഹരണത്തിന് 5,89,364 6 അക്ക സംഖ്യയാണ്. 5,89,364. ഇവിടെ 5 is in lakhs place, 8 is in 10,000s place, 9 is in thousands place. 3 hundreds placeലാണ്, 6 tens placeലാണ്, 4 ones placeലാണ്. എങ്ങനെ വായിക്കും? 5,89,364. മറ്റൊരു സംഖ്യ 7,3,0,1,2,8. എത്ര ഡിജിറ്റ്സ് ആയി? 6. 7,3,0,1,2,8. എങ്ങനെയാണ് സംഖ്യ വായിക്കുക? 7,03,000 എന്നല്ല വായിക്കുക, 7,30,128. ഇനി നമുക്കൊരു പ്രവർത്തനമാണ്. പുസ്തകത്തിന്റെ 2ാമത്തെ പേജിൽ ഒരു പട്ടിക, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിള് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ ടേബിൾ പ്രകാരമാണ് 10 കോടി വരെയുള്ള സംഖ്യകളുടെ ഒരു പട്ടിക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പട്ടിക നിങ്ങൾ നോക്കിയിട്ട് അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന പ്രവർത്തനം ഇതാണ്. പട്ടികയിലെ ഏത് 2 സംഖ്യകൾക്കിടയിലാണ് തന്നിരിക്കുന്ന നമ്പർ എന്ന് കണ്ടെത്തുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. For each number given below, find 2 numbers in the table between which it lies. ആദ്യത്തെ സംഖ്യ ഒരു 4 അക്ക സംഖ്യയാണ്. സംഖ്യ വായിക്കുന്നത് നിങ്ങൾക്കറിയാം 3,245 എന്നാണ്. എന്ന് പറയുന്നത് 1000-നേക്കാൾ വലിയ സംഖ്യയാണ്. അതുപോലെ 10,000-നേക്കാൾ ചെറിയ സംഖ്യയാണ്. 1000-ത്തേക്കാൾ വലുതും 10,000-ൽ താഴെയുമുള്ള സംഖ്യയാണ്. അതുകൊണ്ട് 3,245 is lies between 1,000 and 10,000. നെക്സ്റ്റ് നമ്പർ നോക്കുക. അതും ഇതെങ്ങനെയാണ്? 4,35,200
4,35,268. ഏതൊക്കെ സംഖ്യകളുടെ ഇടയിലാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കിക്കേ. 4 ലക്ഷം എന്ന് പറയുന്നത് 1 ലക്ഷത്തിനേക്കാൾ കൂടുതലാണ്. അപ്പൊ 1 ലക്ഷത്തിന്റെ ശേഷവും പിന്നെ 4 ലക്ഷം 10 ലക്ഷത്തേക്കാൾ കുറവാണ്. പട്ടികയിലുള്ള 10 ലക്ഷത്തേക്കാൾ കുറവാണ്. 4,35,268 is lies between or lying between 1 lakh and 10 lakh. അല്ലേ? ഇനി 2 ചോദ്യങ്ങൾ കൂടി, 2 സംഖ്യകൾ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. സംഖ്യകൾ വായിക്കാൻ ശ്രമിക്കണം. അടുത്ത സംഖ്യ ഒരു 5 അക്ക സംഖ്യയും അതിനടുത്ത സംഖ്യ ഒരു 8 അക്ക സംഖ്യയും. 8 അക്ക സംഖ്യ വായിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ലാക്ക് വരെ പറഞ്ഞിരുന്നുള്ളൂ. ലാക്കിന് ശേഷം അതിന്റെ ഇടതുവശത്തോട്ട് മാറിയാൽ 10 lakh. പിന്നീട് അതിന്റെ ഇടതുവശത്തോട്ട് മാറിയാലോ 100 lakh എന്നല്ല പറയുക. 100 lakhs ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന സംഖ്യയാണ് കോടി. 1 കോടി. നിങ്ങൾക്ക് പരിചയമുള്ള വാക്കായിരിക്കും കോടി, അല്ലെ? എങ്ങനെയാണ് കോടി എന്നുള്ള വാക്ക്? പലപ്പോഴും നിങ്ങൾ പത്രങ്ങളിൽ കൂടിയും മറ്റും കണ്ടിട്ടുണ്ടാവും. ലോട്ടറി, 1 കോടി ലോട്ടറി അടിച്ചു, 1 കോടി രൂപ ലോട്ടറി അടിച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ ടിവിയിൽ. എന്താണ്? നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. അതിലെന്താണ് സമ്മാനം? 1000 രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് ആ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ 1 കോടി എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യ, 8 അക്കങ്ങളുള്ള ഒരു വലിയ സംഖ്യയുണ്ട്. ഈ പുസ്തകത്തിലുള്ള കൊടുത്തിരിക്കുന്ന ഉദാഹരണം നമ്മൾ വായിക്കുകയാണെങ്കിൽ മലയാളത്തില് 4,35,26,720 എന്നാണ് സംഖ്യ വായിക്കുക. അത് കോടിക്കും 10 കോടിക്കും ഇടയ്ക്കാണ്. അപ്പോ ഓരോ സംഖ്യ വായിക്കുമ്പോഴും സ്ഥാനവില അനുസരിച്ച് വായിക്കുക. ശ്രദ്ധിക്കുക, വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് കോമകളിട്ട് തിരിക്കുകയാണെങ്കിൽ വായിക്കാൻ എളുപ്പമുണ്ടാകും. ആദ്യത്തെ 3 സ്ഥാനങ്ങൾ കഴിഞ്ഞ ചെറിയ കോമ, പിന്നീട് 2 സംഖ്യകൾ വീതമാണ് കോമായിട്ട് സംഖ്യകൾ തിരിക്കുന്നതെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അടുത്തൊരു ഉദാഹരണം കൂടി നോക്കാം. അടുത്തൊരു പ്രവർത്തനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? റൈറ്റ് എ 6 ഡിജിറ്റ് നമ്പർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 6 അക്ക സംഖ്യ എഴുതുക. അതിന്റെ വായിക്കുന്ന രീതി എങ്ങനെയാണ്? ഹൗ ഡു യു റീഡ് ഇറ്റ്? നിങ്ങൾ എങ്ങനെ വായിക്കും? അത് ഏതൊക്കെ സംഖ്യകൾക്ക് ഇടയിലാണ്, പട്ടികയിലുള്ള ഏതൊക്കെ സംഖ്യകൾക്ക് ഇടയിലാണ് ആ സംഖ്യയുടെ സ്ഥാനം എന്ന് കണ്ടെത്തുക. Between which 2 numbers of this is it? കണ്ടെത്തി ശ്രമിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 6 അക്ക സംഖ്യ എഴുതി അത് പട്ടികയിൽ ഏതൊക്കെ സംഖ്യകൾക്ക് ഇടയിലാണെന്നും അത് എങ്ങനെ വായിക്കാമെന്നും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി കണ്ടെത്താൻ ശ്രമിക്കുന്നു. ആദ്യത്തെ ഭാഗം പാഠപുസ്തകത്തിന്റെ 1ാമത്തെ യൂണിറ്റിന്റെ ആദ്യത്തെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് വലിയ സംഖ്യകൾ, 10 അക്കങ്ങൾ വരെയുള്ള വലിയ സംഖ്യകൾ പരിചയപ്പെടാനുള്ളതാണ്. നമ്മളിപ്പോൾ 8 അക്കങ്ങളുള്ള സംഖ്യകൾ വരെ പഠിച്ചു. വായിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ പേരൻസ് എഴുതി തരാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുക. പേരൻസിനോട് എഴുതി തരാൻ ആവശ്യപ്പെടുക. അവരെഴുതി തരുന്ന സംഖ്യകൾ അവരുടെ മുമ്പിൽ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കുക. ശരിയാണോ തെറ്റാണോ? ഇംഗ്ലീഷിലും മലയാളത്തിലും വായിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. മലയാളം മീഡിയം കുട്ടികൾ മലയാളത്തിൽ വായിക്കാൻ പഠിച്ചാൽ മതിയാകും. എന്നാൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലെ കുട്ടികൾ 2 രീതിയിലും വായിക്കുന്നത് എങ്ങനെയെന്ന് വായിച്ച് പഠിക്കുക. ഉദാഹരണങ്ങളിൽ കൂടി പഠിക്കുക. ഓക്കെ, താങ്ക് യു.